പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കാരണമാണെന്നൊരു വിമർശനമുണ്ട്. SFI എങ്ങനെയാണ് ആ വിഷയത്തിൽ നോക്കുന്നത്? ഞങ്ങളുടെ നിലപാട് നേരത്തെ പറഞ്ഞു. സിനിമകൾ മാത്രമല്ല, കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല, രാജ്യത്താകെയും ലോകത്താകെയും പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ചില പ്രവണതകൾ സ്വാഭാവികം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ മാധ്യമങ്ങളാണ്, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. പക്ഷേ നിങ്ങളെ തന്നെ എത്ര ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആശങ്കപൂർവ്വം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളെ തന്നെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃശ്യമായ അവൈലബിലിറ്റി ഒക്കെ മാറിയിരിക്കുകയാണ്. അവർ പലപ്പോഴും ഈ ദൃശ്യ മീഡിയാസ് എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ, അത് തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളാണ്. അപ്പോൾ ഇവയിലെല്ലാം അവരുടെ കയ്യിലേക്ക് വരുന്ന കണ്ടന്റ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് കണ്ടിട്ടുള്ളതല്ല എന്നുള്ളത്. അവരുടെയൊക്കെ സൂപ്പർ ഹീറോകൾ തന്നെ മാറിയിരിക്കുന്നു. ഞങ്ങൾ പല വിഷയങ്ങളും പ്രധാനമായി അഡ്രസ്സ് ചെയ്യാൻ, ഞങ്ങൾ തുടർന്നും അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും മാറുന്നത് അറിയാം. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികളിലാണെന്നുള്ള പ്രത്യേകത. അപ്പോൾ മോഡലുകൾ മാറുന്നു, കൺസെപ്റ്റുകൾ മാറുന്നു, അവരുടെ കയ്യിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ മാറും. ആ കണ്ടന്റുകൾക്കകത്ത് അവരെ തെറ്റായ വഴിക്ക് നയിക്കാൻ സാധിക്കുന്ന പല കണ്ടന്റുകൾ ഉണ്ട്. അതിനെക്കൂടി പ്രയോജനം മാത്രം ഒറ്റടിക്കുള്ള ബോധവൽക്കരണമല്ല, ഘട്ടം ഘട്ടമായി ഇങ്ങനെ കുട്ടികൾക്കിടയിലേക്ക് എത്തുന്ന ആശയങ്ങളെ പിന്തിരിപ്പനായ അരാജക പ്രവർത്തനങ്ങൾ വളർത്തുന്ന, ലഹരി മാഫിയകൾ ഉൾപ്പെടെ അടുപ്പിക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആശയങ്ങളെയും കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറേ കൂടി സ്ട്രെയിൻ നമ്മുടെ